മധു, രാജ്യസഭയിൽ വന്ന് അദ്ദേഹം പറയുമ്പോഴാണ് ഇന്ത്യ മുഴുവൻ കേൾക്കുന്നത്. 8-ാം തീയതിയാണ് മല്ലികാർജുൻ ഖർഗെ ഈ രാംലീല മൈതാനത്ത് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് വന്ന് ഒരു പബ്ലിക് റാലി, കോൺഗ്രസിൻ്റെ തന്നെ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഈ പ്യൂരിഫിക്കേഷൻ. നടത്തിയ സംഘടനയുടെ പേര് ശ്രീരാമസേന ധർമാർത്ഥ സേവാ ന്യാസ് എന്ന് പറയുന്ന സംഘടനയാണ്. അവരതിന് വ്യക്തമായ ഒരു കാരണവും പറഞ്ഞിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഖാർഗെയ്ക്കും വിവേചനം നേരിട്ടോ? ഏത് സിംഹാസനത്തിന് പിന്നിലും പിറുപിറുക്കുന്ന, നമ്മൾ 100 സിംഹാസനങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഏത് സിംഹാസനത്തിന് പിന്നിലും പിറുപിറുക്കുന്ന ജാതി മനസ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ചരിത്രത്തെ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. എവിടെയാണ് ജാതി? ഇവിടെയുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പോഴുമുണ്ടോ? അതൊക്കെ പണ്ടല്ലേ എന്ന് നിഷ്കളങ്കരാകുന്ന മനുഷ്യരാണ് നമ്മളെപ്പോഴും, ഏറിയ കാലത്തും ഏറിയ സമയത്തും. പക്ഷെ അങ്ങനെയല്ല. അത് അത്രത്തോളം വേദനിപ്പിക്കുന്നതാണ് എന്നും അത്രത്തോളം മനുഷ്യരെ വേട്ടയാടുന്നതാണ് എന്നതുമാണ് ഇന്ത്യയുടെ വർത്തമാന രാഷ്ട്രീയം സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഏതു മേഖലയിലാണ് എങ്കിലും വളരുന്ന മനുഷ്യനെ കണ്ടാൽ അവനെ ചെറുതാക്കാൻ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. അപ്പോൾ ജാതിയാണെങ്കിൽ അങ്ങനെ, മതമാണെങ്കിൽ അങ്ങനെ, ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ജാതി എന്നത് ഇപ്പോഴും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് റാലി അഭിസംബോധന ചെയ്ത് മല്ലികാർജുന ഖാർഗെ സംസാരിക്കുന്നത്. മല്ലികാർജുന ഖാർഗെയുടെ ഈ പോരാട്ടങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരത്തെ സുനിൽ സാർ വളരെ വിശദമായി പറയുകയും ചെയ്തു. നോക്കുമ്പോൾ 2026 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷന് ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ, മല്ലികാർജുന ഖാർഗെയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിന് 50 വർഷത്തെ പഴക്കമുണ്ട്. 2023 അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അദ്ദേഹം വളർന്ന കാലത്ത്, അദ്ദേഹം പഠിച്ച കാലത്ത്, അദ്ദേഹം നിയമമാണ് പഠിച്ചത്, അദ്ദേഹം വളർന്ന കാലത്ത്, അദ്ദേഹം സമരങ്ങളിൽ നിന്ന കാലത്ത്, അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കാലത്ത് എത്രമേൽ ഹീനമായിട്ടായിരിക്കാം ഒരുപക്ഷെ പറയുന്ന ജാതി അദ്ദേഹത്തിന് മുന്നിൽ നിന്നിട്ടുണ്ടാവുക. അതിനെയൊക്കെ പോരടിച്ച് വന്ന ഒരു മനുഷ്യനെ 2026 കാലത്തിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കാനൊന്നും കഴിയില്ല. ജാതിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ആരാണോ അത് ചെയ്തത് അവരാണ് ആ ശുദ്ധീകരണം നടത്തേണ്ടത്. പക്ഷെ അത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം മല്ലികാർജുന ഖാർഗെക്ക് ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിന് വേദനിക്കുന്നു എന്നതിനപ്പുറത്ത് ഇനി ഒരാൾക്കും വേദനിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം കൂടിയാണ് മല്ലികാർജുന ഖാർഗെ സ്വീകരിക്കുന്നത്. ഇത് വിളിച്ചു പറയേണ്ടതുണ്ട്. ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നു പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ്. ഇപ്പം നഡ്ഡ അന്വേഷിക്കും എന്ന് പറയുന്നു. ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അൺടച്ചബിലിറ്റി. ലോകം ഇത്രമേൽ ഈ പറയുന്നത് പോലെ അധമമാണ് എന്ന് വിചാരിക്കുന്ന ഒന്ന് ഇപ്പോഴും അരങ്ങേറുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. ഉത്തരാഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ ഗണേഷ് ഗോയാൽ ആണ് പറഞ്ഞത്. ശ്രീരാം സേനയ്ക്ക് ഒരു BJP ബന്ധം അദ്ദേഹം ആരോപിച്ചു. അതോടുകൂടിയാണ് ഈ വലിയ വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഇത് ഔദ്യോഗികമായി ശ്രീരാമസേനയും BJPയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ശ്രീരാം സേനയുടെ ഒരു നേതാവ് ബാംഗ്ലൂരിലോ മറ്റോ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 5 മണിക്കൂറിനുള്ള മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. വലിയ വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ്. മറ്റ് ഒരു കാര്യങ്ങളും സൂചിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ഈ തള്ളിപ്പറയുന്നുമില്ല എന്നതാണ് അതിനകത്ത് കാണേണ്ടുന്ന ഒന്ന്. അതായത് നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണം ഉണ്ടാകുന്നില്ല, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ഭരണത്തിനും സംവിധാനത്തിനും കീഴിൽ ഇങ്ങനെ അഴിച്ചുവിടുന്ന ആളുകൾക്ക്, നമുക്ക് ഓർമ്മയുണ്ട് കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് അവർക്കതങ്ങനെ അഴിഞ്ഞാടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യവും പരിസരവും ഉണ്ടാക്കപ്പെടുന്നിടത്താണ് ആ ക്രൈമിന് അനുകൂലമായ സംവിധാനം സഹായകരമായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പം രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. എല്ലായിടത്തും വലിയ പ്രതിഷേധങ്ങളും റാലികളും ഒക്കെ ഉണ്ടാകുന്നു എന്നതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ അപരിഷ്കൃതമായ ജാതി പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ 2023 കർണാടകയിലെ BJP മന്ത്രിയായിരുന്ന അരക ജ്ഞാനേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് കർണാടകയിൽ ഒരു റാലിയിൽ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ കല്യാണ കർണാടകയിൽ മനുഷ്യന്മാരൊക്കെ കരിഞ്ഞു പോയവരാണ്, ഖാർഗെ നോക്കൂ എന്നാണ്. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഉണ്ടാകുന്ന അധിക്ഷേപം പൊതുപരിപാടി, ഇതിപ്പം ഞങ്ങളുമായി ബന്ധമില്ല, അങ്ങനെയല്ല, രാഷ്ട്രീയ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ലേ? അദ്ദേഹം പൊതുപരിപാടിയിൽ വന്ന് പറയാണ് കല്യാണ കർണാടകയിലെ മനുഷ്യന്മാരൊക്കെ കരിഞ്ഞു പോകുന്നവരാണ്, കരിഞ്ഞു പോയതുപോലെ ഇരിക്കും, ഖാർഗെയെ നോക്കുന്നത്. എന്തൊരു അധിക്ഷേപമാണ്! 2023 ഈ കഴിഞ്ഞ കാലത്താണല്ലോ. അപ്പോഴും ഇതേ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന മല്ലികാർജുന ഖാർഗെയാണ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന കറുത്ത മനുഷ്യരോട് ലോകം, രാഷ്ട്രം ഒക്കെ എല്ലാ കാലത്തും ചെയ്യുന്ന ക്രൂരതകൾ ഇങ്ങനെ തന്നെയാണ്. ഈ
തൊലിയുടെ പേരിൽ മാത്രം നീചരാണ് എന്ന് പറഞ്ഞ് തലമുറകളെ പഠിപ്പിച്ച എത്രയോ മനുഷ്യര് നമ്മുടെ ഇടയിലുണ്ട്. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇപ്പം ആനന്ദിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ ആഫ്രിക്കയിലൊക്കെ ഈ വെള്ളക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യർ, കറുത്തവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യന്മാരുടെ ജീവിതത്തിന് മുകളിൽ അധികാരം സ്ഥാപിക്കുന്ന സമയത്ത് ഓരോ വർഷവും ഇല്ലാതായി പോകുന്നത്. ആഫ്രിക്കൻ കാടുകളിലേക്ക് ഇവർ അധിനിവേശം നടത്തുന്ന സമയത്ത് പാമ്പുകളോട് പടവെട്ടിയും രോഗങ്ങളോട് പടവെട്ടിയും ഒക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഇന്ത്യയിൽ തന്നെ നോക്കൂ, ദളിത് അട്രോസിറ്റി കേസുകൾ 3400 റേപ്പ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനം കിട്ടുന്ന ബേസിയർ ഡാറ്റ നോക്കുകയാണെങ്കിൽ ദളിത് സ്ത്രീകൾക്കെതിരായ റേപ്പ് കേസുകൾ 3400-ലധികം ഉണ്ട് എന്നുള്ളതാണ്. ദളിത് സ്ത്രീകളെ അതിക്രമിക്കുക, ബലാത്സംഗം ചെയ്യുന്ന റൈറ്റ് ആണെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്ന ഗ്രാമങ്ങൾ ഇന്നും നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുരഭിമാന കൊല എത്ര എണ്ണമാണ് ഉണ്ടാകുന്നത്? 18 എണ്ണമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരിക്കുന്നത്. ഒരു ജാതി താഴെ എന്ന് ചില മനുഷ്യർ വിചാരിക്കുന്ന ആളുകളെ, ഇപ്പം നമ്മൾ ഈ സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി പിന്നാക്കക്കാർ എന്ന് പറയുന്നുണ്ട്, പിന്നോക്കക്കാർ എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ മനുഷ്യൻ തന്നെ വിശേഷിപ്പിച്ചു കൊടുത്ത പട്ടികകളിൽ വെച്ച് എന്തോ മോശപ്പെട്ട മനുഷ്യരാണ് എന്ന പരിഗണന അതായത് ജാതിയെക്കുറിച്ച് പറയുമ്പോൾ പോലും പലപ്പോഴും ഞങ്ങൾ അനുഭാവപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു മേനി നടിച്ച് പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ കാണുന്നവരല്ല എന്ന് പറയുന്നവരുണ്ട്. ആ രീതിയിൽ പോലും ഈ വിഭജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അനുകൂലിച്ച് പറയുന്നതിനിടയിൽ പോലും അരാഷ്ട്രീയമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇരിക്കുകയാണ് നമ്മൾ. ഇത് 1947 അർദ്ധരാത്രിയിൽ വീണ്ടെടുക്കുകയും പിന്നീട് ഇങ്ങോട്ട് പൂർണ്ണമായും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തുടർ പോരാട്ടമാണ്. മാളവിക ബിന്നി ഇന്ന് എഴുതിയ ലേഖനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തുടർ പോരാട്ടമാണ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത്, മനുഷ്യന്മാരെ അധിക്ഷേപിക്കാതിരിക്കുക എന്ന് പറയുന്നത്, മനുഷ്യന്മാരുടെ അഭിമാന ബോധത്തിന് വേണ്ടി പോരാടുക എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമായി നിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മല്ലികാർജ്ജുന ഖാർഗെ ആ വിഷയം പാർലമെന്റിൽ പോയി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തെ ഇത്രയും കാലം കണ്ട നമുക്കറിയാം അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇത്രയും വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ആനുകാലിക ഇന്ത്യയിൽ ഇതാണ് നേരിടുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അങ്ങനെ ശബ്ദം ഉയർത്താൻ കഴിയാത്ത അനേകർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക. Meet the editors.